സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി എത്തിങ്ങൽ അച്ഛനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എന്റെ വീട് ഇന്നെല്ലാവരും അവരുടെ വയോജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും അവബോധം സൃഷ്ടിക്കാനുള്ള ക്ലാസുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവർക്ക് ഒരു ധാരണയുണ്ട്. ഒരു പ്രത്യേക വിഭാഗങ്ങൾ പ്രായമായി കഴിഞ്ഞാലും സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളൊക്കെ ചുമതല ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് തോന്നൽ. മാത്രമല്ല, അവിടെയുള്ള താമസിക്കുന്ന ആളുകളല്ല അവരെ പറ്റിയെല്ലാം ഒരു ഇടികടഞ്ഞ ഒരു അധ്യായ മോഡലാണ് ആളുകൾ കണക്കാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞതെല്ലാം ദൈവത്തിലേക്ക് അവരോടൊപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ നാട്. ദൈവമാണ് നമ്മളെ അതുകൊണ്ട് നീ ചിന്തിക്കുന്നതാണ് നീ മനസ്സിന് ഭയങ്കര ശക്തിയാണ്. മോശമായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. പാപകരമായ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാറ്റി അത്രയേ ഉള്ളൂ. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കും. ഒന്നിനൊരു കുറവില്ല. ആത്മീയമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും സാഹോദര്യവും കുടുംബം പോലെയാണ്. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അമ്മമാരെ കാണുമ്പോൾ എൻ്റെ അമ്മയെയാണ് ഓർക്കുന്നത്. എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് കൊടുക്കാവുന്ന, നമ്മളെ കൊണ്ട് പരിമിതമായ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് അവർക്ക് നൽകാവുന്ന എല്ലാ സുഖവും സൗകര്യവും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുപോലുള്ള ഈ അമ്മമാരെയാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. പുണ്യവാദിസഹാക്കിയുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബും. അകിട്ടത്തകദിനി 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 തോണി കാണും. അകിട്ടത്തകദിനി 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 തോണി കാണും. ദുഃഖങ്ങളെല്ലാം നമുക്ക് മറക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ, ആ ടീനേജ് ദിവസത്തിന്റെ സന്തോഷങ്ങൾ മാത്രം. ദുഃഖങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്, സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി പകരാനും ഉള്ളതാണ്. അപ്പൊ ഈ ദിവസം എല്ലാവരും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടി നമുക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ഈ നിമിഷത്തെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സ്നേഹം നിറഞ്ഞ അമ്മച്ചിമാരെ, പാട്ടുപാടി എല്ലാ അമ്മച്ചിമാരെയും എല്ലാ അംഗങ്ങളെയും സന്തോഷിപ്പിച്ച പ്രതീക്ഷ. എല്ലാവരുടെ പേര് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും ആദ്യമത്തിൻ്റെ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്നത്തെ ഈ ഒരു പ്രത്യേക ദിനത്തിൽ എല്ലാ അമ്മമാരും, വയസ്സായിട്ടുള്ള എല്ലാ അമ്മമാരെ ആദരിക്കുന്ന ഈ ദിവസത്തിൽ ഞാൻ ആദ്യമായി തന്നെ ഓർക്കുന്നത് എൻ്റെ അമ്മയാണ്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലി മക്കൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കുർബാനയിൽ പങ്കുചേർന്ന് മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന ഈ അമ്മച്ചി, ഞങ്ങളുടെ 3 മക്കളെയും പ്രായത്തിനനുസരിച്ച് മുമ്പിൽ പുറകിലുമാക്കി കുട്ടികൾ നിർത്തി ഞങ്ങളെ പ്രാർത്ഥിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു വിടുന്ന ഞങ്ങളുടെ അമ്മച്ചി. ഇന്ന് അതിൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് ഞാൻ ഇവിടെ ഒരു സിസ്റ്ററായി നിൽക്കുന്നത്. അപ്പം സ്നേഹം നിറഞ്ഞ അമ്മച്ചിമാരെ, നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോഴും ഞാൻ ക്യാമറ ഓർക്കാറുണ്ട്. എത്ര സ്നേഹത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാലൊഴിച്ച് പാട്ടുപാടി 10 മാസം വയറ്റിൽ വഹിച്ച് അസുഖങ്ങൾ വരുമ്പോൾ രാവും പകലും അവർക്ക് കാവലിൽ നിന്ന് അവരെ സ്നേഹിച്ച് അവരെ പഠിപ്പിച്ച് ജോലിക്കാരാക്കി തീർത്ത അമ്മച്ചിമാരെയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണുന്നത്. ഇത്രയെല്ലാം ചെയ്തു കൊടുത്തിട്ടും ചില മക്കൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ സങ്കടം.
അമ്മമാരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കാണണ്ട, നമ്മൾ സംസാരിക്കേണ്ട. സ്നേഹം പറഞ്ഞ അമ്മമാരെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരിക്കലും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, സ്നേഹമാകുന്ന ദൈവം മനുഷ്യന് വേണ്ടി ത്യാഗം സഹിച്ച് 33 വർഷം വയറ്